ഹലോ ഗൈസ്, വെൽക്കം ടു മെല്ലോ കാപ്സെറ്റ്. ഇന്ന് നമ്മൾ വാക്ക് അറൗണ്ട് ചെയ്യാൻ പോകുന്നത് ഹ്യുണ്ടായി കോണയാണ്. ഇത് ഇന്ത്യയിൽ EV ആയിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ ജർമ്മനിയിൽ നമുക്കിത് പെട്രോൾ എഞ്ചിനിൽ അവൈലബിൾ ആണ്. ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക്. ഇന്ത്യയിൽ കണ്ട സെയിം ലുക്സ് തന്നെയാണ്, വേറെ യാതൊരു വ്യത്യാസമില്ല. ഇവിടെ DRL ഇവിടെയാണ് ഹെഡ്ലൈറ്റ് വന്നേക്കുന്നത്. ഇവിടെ ഒരു വലിയ ഗ്രില്ല്. ഇതിൻ്റെ അടിയിൽ ശരിക്കും റഡാർ ഉള്ള വണ്ടികളൊക്കെ റഡാറുണ്ട്. ഇതിനിപ്പോ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഉണ്ടാവേണ്ടതാണ്. അതിൻ്റെ അകത്ത് നമുക്ക് വിൻസ്ക്രീനിൽ ഒരു ക്യാമറ ഉണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് 3 സെൻസേഴ്സ് ഒക്കെ ഉണ്ട്. ADAS ഫീച്ചേഴ്സിനായിരിക്കും. ഇതാണ് നമ്മുടെ സൈഡ് പ്രൊഫൈൽ. ഇറ്റ്സ് ക്രോസ് ഓവർ ഐ ഗസ്. കുറച്ച് ബോൾഡ് ലുക്കിന് വേണ്ടിയിട്ട് ഇവിടെ പാഡിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഇതിന് വരുന്നത്. വീല് കാണാൻ ലുക്ക് ഉണ്ട്, നോട്ട് ബാഡ്. ചില വണ്ടികളിൽ ഇവിടെ ക്യാമറ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇവിടെ ഇപ്പം ഇൻഡിക്കേറ്റർ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇന്റീരിയർ ലുക്സ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അത്യാവശ്യം വലുതാണ്. ഇതിനിപ്പോൾ ഒരു 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് ബാക്ക് റോ സീറ്റ്സ്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നല്ല തൈ സപ്പോർട്ടും ഇതാണ്. എന്താണ് ഈ സൈഡിൽ നിന്നുള്ള ലുക്ക്. പിന്നെ ബാക്ക് എന്നുള്ള ലുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഫെൻസ് ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇവിടെ ഇൻഡിക്കേറ്റർ, ഇവിടെ ടെയിൽ ലാമ്പ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ കോണാന്ന് പറഞ്ഞിട്ടുള്ള ബാഡ്ജിങ് ഉണ്ട്. ഇവിടെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് ഉണ്ട്. ഇതിന്റെ അടിയിൽ എവിടെയാണ് എക്സോസ്റ്റ് കാണില്ല. ഇവിടെ അയോണിക് 6 കിടക്കുന്നത്. ഇതിന്റെ വീഡിയോ വരും. അപ്പോൾ അണ്ടർ ദ ഹുഡ് നമുക്കൊരു 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അതൊരു 115 PS പവറും 200 Nm ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊരു 48 വോൾട്ട് മൈൽഡ് ഹൈബ്രിഡ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു 1.6 ലിറ്റർ 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അതൊരു 150 PS പവറും 265 Nm ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് തന്നെ വേറൊരു 1.6 ലിറ്റർ എഞ്ചിൻ ഉണ്ട്. അതൊരു 180 PS പവറും സെയിം 265 Nm ഓഫ് ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാവരും ഫ്രണ്ട് വീൽ ഡ്രൈവിലും ഓൾ വീൽ ഡ്രൈവിലും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ 6 സ്പീഡ് മാനുവലും 7 സ്പീഡ് DCTയും ഒരു IMT ഗിയർ ബോക്സും ആണ് വരുന്നത്. അപ്പോൾ അത്രയുള്ള ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. ഈ വണ്ടി ഇന്ത്യയിൽ പെട്രോൾ വേരിയൻറ്റ് ഇറങ്ങിയായിരുന്നെങ്കിൽ ആരെങ്കിലും മേടിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വണ്ടിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.